ഹലോ ഡേസ്, നമസ്കാരം. നമുക്ക് എങ്ങനെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഓപ്ഷൻ കാണുന്നില്ലേ, മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ലോഗിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൊബൈലൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നോർമൽ കസ്റ്റമർ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാൽ യൂസർ നെയിം ഒന്ന് കൊടുക്കാൻ കാണുന്നില്ലേ, അതിൽ നമ്മുടെ യൂസർ നെയിം ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോരുത്തരും കമ്പനി പാസ്വേഡ് തന്നിട്ടുണ്ടാവും. പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഇതുപോലെ വരും. ഏറ്റവും മുകളിൽ മൈ അക്കൗണ്ട് കണ്ടോ, യൂസർ ഐ ഡിയും വന്നിട്ടില്ലേ, അതുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച്, മുകളിൽ ആ യൂസർ ഐ ഡി കാണുന്ന അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ 4 കാര്യങ്ങൾ വന്നിട്ടില്ലേ, രജിസ്റ്റർ ന്യൂ മെമ്പർ, മൈ ബാക്ക് ഓഫീസ്, ആ മൈ ബാക്ക് ഓഫീസിലൊന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ട് പേജ്, അതായത് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ വലതുഭാഗത്ത് ഒരു സെറ്റിങ്സ് ചിഹ്നം, അതുപോലെ ചതുരത്തിലുള്ള 4 വരകൾ കാണുന്നില്ലേ, ആ 4 വരകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടില്ലേ, ഡൗൺലൈൻസ്, ന്യൂ മെമ്പർ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇ പിൻ, അതിൻ്റെ അടിയിൽ മെമ്പർ മാനേജ്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. മെമ്പർ മാനേജ്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിൽ പ്രൊഫൈൽ വ്യൂ, ചേഞ്ച് പാസ്വേഡ്, അപ്ലോഡ് KYC, നമ്മൾ പ്രൊഫൈൽ വ്യൂവിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. 3 ആദ്യം കണ്ട പ്രൊഫൈൽ വ്യൂവിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഇതിൽ ഫ്രണ്ട് പേജ് കണ്ടില്ലേ, ഇവിടെ ഫോട്ടോ ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട് 2 സൈസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ദെൻ അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് കാണുന്നില്ലേ ഫസ്റ്റ്, അതിൽ നമ്മുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വലതു ഭാഗത്തായിട്ടൊരു നീല കള്ളിയിൽ ഒരു എഡിറ്റ് ചിഹ്നം കാണുന്നില്ലേ, അതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയും. ദെൻ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ്, നമ്മളെ പേഴ്സണൽ കോൺടാക്ട്സ്, ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് ടച്ച് ചെയ്ത് ഇതുപോലെ തന്നെ വരും കേട്ടോ, നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ദെൻ അടിയിൽ സോഷ്യൽ പ്രൊഫൈൽസ് കഴിഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കാണുന്നില്ലേ, ബാങ്ക് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ആൾറെഡി ഇതിൽ എഡിറ്റഡ് ആണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വലതു ഭാഗത്തൊരു ചിഹ്നം കാണുന്നില്ലേ, എഡിറ്റ് ചിഹ്നം എന്ന്, അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൽ കണ്ടില്ലേ ബാങ്ക് നെയിം സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ബ്രാഞ്ച് കൊടുക്കാം. അക്കൗണ്ട് ഹോൾഡർ നെയിം ഉണ്ട്, അക്കൗണ്ട് നമ്പർ കേട്ടോ, ഇത് കറക്റ്റ് തെറ്റാതെ കൊടുക്കണം. ദെൻ IFSC കോഡും കാണുന്നില്ലേ, അതിനുശേഷം പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം ക്യാൻസൽ അപ്ഡേറ്റ് എന്ന് കാണില്ലേ, ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും മുകളിൽ ബാങ്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് സക്സസ്ഫുൾ, ഇത്ര ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പേ ഔട്ട് പെൻഡിങ് ഉള്ള ആളുകളൊക്കെ ഇതുപോലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് മൺഡേ റിലീസ് ചെയ്യും കമ്പനി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പുറമെ നമ്മുടെ KYCയും കൂടി, അതായത് നമ്മുടെ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക്, ഇത് 3 കൂടി ഒന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് അതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്, ബൈ, ടേക്ക് കെയർ, ബൈ.